വളരെയേറെ പരിശ്രമിച്ചിട്ടും ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ വലുതാണ്. എന്നാൽ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ സ്വഭാവങ്ങളുടെയും ജനിച്ചു വളർത്തപ്പെട്ട ചുറ്റുപാടുകളുടെയും നിസ്സഹായരായ ഇരകളല്ല. മറിച്ച് നാം എന്തായിരിക്കുമെന്നുള്ളത് പ്രധാനമായും നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാകുന്നു. നമ്മുടെ സ്വഭാവം നമ്മുടെ പെരുമാറ്റങ്ങളാൽ രൂപപ്പെടുത്തിയതാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ നാം കണ്ടതിൻ പ്രകാരം ഒരു ക്രിസ്തുവിശ്വാസിയുടെ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് നടക്കുക എന്നുള്ളതാണ്. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിലേക്ക് നാം വന്നപ്പോൾ ആത്മാവിൽ വിതയ്ക്കുക എന്ന് കാണുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നാം നടക്കുന്ന വഴിയോടും നാം വിതയ്ക്കുന്ന നിലത്തോടും സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആത്മാവിൻ്റെ നിലത്തിൽ വിതയ്ക്കാതെ എങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ ഫലം കൊയ്യുവാൻ കഴിയും? അതേസമയം ജഡത്തിൽ വിതയ്ക്കുന്നതിനെക്കുറിച്ചും നാം ചിന്തിച്ചു. നാം വിതയ്ക്കുന്ന വിത്തുകൾ നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ആകുന്നു എന്നോർക്കണം. ഓരോ പ്രാവശ്യവും നാം നമ്മുടെ മനസ്സിൽ മറ്റൊരാളോട് വിദ്വേഷം വയ്ക്കുമ്പോൾ, നാം ഒരു ആവലാതിയെ നമ്മുടെ ഉള്ളിൽ തന്നെ താലോലിക്കുമ്പോൾ, അശുദ്ധമായ ചിന്തകളെ തലോടുമ്പോൾ, സ്വയസഹതാപത്തിൽ മുഴുകി നാം ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ജഡത്തിൽ വിതയ്ക്കുകയാകുന്നു ചെയ്യുന്നത്. ഏറെ ശ്രദ്ധിക്കേണ്ട അനേകം ചിന്തകൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ഈ പഠനത്തോടുകൂടി ഗലാത്യലേഖന പഠനം നാം പൂർത്തീകരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നാം പഠിച്ചത് പ്രയോജനകരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുന്നു. ഗലാത്യലേഖനം 6-ാം അധ്യായം എടുത്താട്ടെ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വം ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളതത്രേ. 6-ാം അധ്യായത്തിന് പ്രകാരം ആത്മാവിൽ വിതയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് നാം നടക്കുന്ന വഴിയോടും നാം വിതയ്ക്കുന്ന നിലത്തോടും സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നു. ആത്മാവിൻ്റെ നിലത്തിൽ വിതയ്ക്കാതെ എങ്ങനെ നമുക്ക് ആത്മാവിൻ്റെ ഫലം കൊയ്യുവാൻ കഴിയും? ജഡത്തിൽ വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നാം ചിന്തിച്ചതാണല്ലോ. ജഡമെന്നാൽ നമ്മളെ ഏറ്റവും താണ പ്രകൃതമാകുന്നു. അതിൻ്റെ മോഹങ്ങളും അഭിലാഷങ്ങളും അഴിച്ചുവിട്ടെന്നാൽ അത് ജഡത്തിൻ്റെ പ്രവൃത്തിയായി പരിണമിക്കും. ഈ താണ പ്രകൃതി നമ്മിൽ കുടികൊള്ളുന്നു. അതെ, നമ്മുടെ മാനസാന്തരത്തിന് ശേഷവും അത് നമ്മിൽ തന്നെ ഇരിക്കും. നമ്മുടെ മാനുഷികമായ നിലങ്ങളിൽ ഒന്നത്രേ ഇത്. നമുക്ക് വിത്ത് വിതയ്ക്കുവാൻ കഴിയുന്ന ഒരിടം. ജഡത്തിൽ വിതയ്ക്കുക എന്നാൽ അതിനെ ഹീനാഭിലാഷങ്ങൾക്ക് വിധേയപ്പെടുത്തുക, അതിനെ ക്രൂശിക്കുന്നതിന് പകരം ലാളിക്കുക, താലോലിക്കുക എന്നൊക്കെയാണ്. നാം വിതയ്ക്കുന്ന വിത്തുകൾ കൂടുതലും ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. ഓരോ പ്രാവശ്യവും നാം നമ്മുടെ മനസ്സിൽ ഒരു വിദ്വേഷം വയ്ക്കുമ്പോൾ, ഒരു ആവലാതിയെ താലോലിക്കുമ്പോൾ, അശുദ്ധമായ ഒരു ചിന്തയെ താലോലിക്കുമ്പോൾ, സ്വയസഹതാപത്തിൽ കിടന്ന് ഉരുളുമ്പോൾ നാം ജഡത്തിൽ വിതയ്ക്കുകയാകുന്നു. ഓരോ പ്രാവശ്യവും നാം നമുക്ക് ചെറുത്തു നിൽക്കുവാൻ കഴിയാത്തതെന്നറിയാവുന്ന പഞ്ചകമായി നമ്മെ സ്വാധീനിക്കുന്ന കൂട്ടുകെട്ടിൽ ഉൾപ്പെടുമ്പോൾ, നാം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് കിടന്ന് സമയം നീക്കുമ്പോൾ, അശ്ലീല ചിത്രങ്ങൾ കാണുകയും സാഹിത്യങ്ങൾ വായിക്കുകയും ചെയ്യുന്ന ഓരോ പ്രാവശ്യവും, നമ്മുടെ സ്വയനിയന്ത്രണത്തെ തകർത്ത് കളയാവുന്ന ഓരോന്നിൽ ഇടപെടുമ്പോഴും നാം ജഡത്തിൽ വിതയ്ക്കുകയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള അത്യാഗ്രഹങ്ങൾ ജഡത്തിൽ വിതയ്ക്കുന്നതിൻ്റെ തെളിവാണ്. ചില വിശ്വാസികൾ എല്ലാ ദിവസവും ജഡത്തിൽ വിതച്ചിട്ട് തങ്ങൾ എന്തുകൊണ്ട് വിശുദ്ധി കൊയ്യുന്നില്ല എന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുന്നു. വിശുദ്ധി ഒരു കൊയ്ത്താണ്. നാം കൊയ്താലും ഇല്ലെങ്കിലും നാം എവിടെ എന്ത് വിതച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇനിയും ആത്മാവിൽ വിതയ്ക്കുക എന്നാൽ എന്താണ്? മനസ്സ് ആത്മാവിൽ എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും, ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതും ആത്മാവിൽ വിതയ്ക്കുക എന്ന അർത്ഥത്തിലാണ്. ഇവിടെയും നാം വിതയ്ക്കുന്ന വിത്ത് നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമാണ്. നാം ദൈവത്തിനുള്ളവയെ അന്വേഷിക്കുകയും
നമ്മുടെ മനസ്സ് അതിന്മേൽ വയ്ക്കുകയും വേണം. ഉയരത്തിലുള്ളവയെ, അതെ, ഭൂമിയിലുള്ളവയെ അല്ല, ഉയരത്തിലുള്ളവയെ തന്നെ. നാം വായിക്കുന്ന പുസ്തകങ്ങളാലും നാം കൂടുന്ന കൂട്ടുകെട്ടിനാലും നമ്മുടെ വിനോദങ്ങളാലും നാം ആത്മാവിൽ വിതയ്ക്കുകയാണ്. നാം നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ശിക്ഷണമുള്ള ജീവിതം നയിക്കണം. നമ്മുടെ പ്രാർത്ഥന, ബൈബിൾ പഠനം, ആരാധന ഇവയെല്ലാം മാതൃകയുള്ളവ ആയിരിക്കണം. നാം നമ്മുടെ ജഡത്തെ ക്രൂശിക്കണം. വിശുദ്ധിയിൽ വളരുവാൻ വേറെ മാർഗമൊന്നുമില്ല. 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വരെ നാം ചിന്തിച്ചതായിരുന്നുവല്ലോ. വളരെ പ്രധാനപ്പെട്ടതായ ഒരു ഭാഗമാണ് നാം ചിന്തിച്ചു കഴിഞ്ഞത്. ഇതുവരെ പറഞ്ഞിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇനിയും ആശ്വാസത്തിനും പ്രോത്സാഹനത്തിനും ഉതകുന്ന വാക്കുകളാണ് പൗലോസ് പറയുന്നത്. 9-ാം വാക്യം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. വ്യക്തിപരമായ വിശുദ്ധിയിൽ നിന്നും ഇവിടെ വിഷയം നന്മ ചെയ്യുക എന്ന വിഷയത്തിലാകുന്നു. മറ്റുള്ളവരെ സഹായിക്കുക. സഭയിലോ സമൂഹത്തിലോ മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഈ പറഞ്ഞതിനെയും വിതയും കൊയ്ത്തുമായിട്ടാണ് പൗലോസ് പറയുന്നത്. പല മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വളരെയേറെ വ്യാകുലപ്പെടുന്നുണ്ട്, ചിന്താകുലപ്പെടുന്നുണ്ട്. വഷളായ ഒരു തലമുറയിൽ കുഞ്ഞുങ്ങൾ വഴിതെറ്റുമോ എന്നാണ് അവരുടെ ഭാരം. അത് ഒരു വിധത്തിൽ ശരിയായിട്ടുള്ള ഒരു ചിന്ത തന്നെയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ മാതാവേ, നിങ്ങളുടെ ഭാരം അതാകുന്നുവെങ്കിൽ നിങ്ങൾ ശരിയായ വിത്ത് വിതയ്ക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. ക്ഷമയോടെ കാത്തിരിക്കുക. നിങ്ങൾ വിതച്ചതിൻ്റെ ഫലം തക്ക സമയത്ത് കൊയ്യും. വിതച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ഇന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, എന്നാൽ ദൈവവചനം വിതച്ചുകൊണ്ടേയിരിക്കുക. കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തം യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ബലവത്താക്കി വിളയിക്കുന്നതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഓരോ ദിവസവും ദൈവവചനം റേഡിയോയിലൂടെ വിളിച്ചറിയിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള ചിന്തയും ഇതുതന്നെയാണ്. ആരൊക്കെ കേൾക്കുന്നു, ഇത്ര വെളുപ്പിനെ ആരൊക്കെ എഴുന്നേറ്റു എന്നൊന്നും അറിയുവാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇത്ര താമസിച്ച് ആര് കേൾക്കാനായിട്ടുണ്ട് എന്ന് പലപ്പോഴും മനസ്സിലാക്കുവാൻ കഴിയില്ല. ലഭിക്കുന്ന ഏതാനും കത്തുകൾ പ്രോത്സാഹജനകമാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വചനം അത് എൻ്റെ അടുക്കലേക്ക് പാഴായി മടങ്ങി വരില്ല. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് വാസ്തവത്തിൽ നിവർത്തിക്കും, അയച്ച കാര്യം സാധിക്കും. അബ്രഹാം കനാൻ ദേശത്ത് ദൈവത്തിൽ വിശ്വസിക്കുകയും അവനോട് ചേർന്ന് നടക്കുകയും ചെയ്തു. ആ സമയത്ത് ദുഷ്ടന്മാരും അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുമായ കനാന്യർ ദേശത്തുണ്ടായിരുന്നു. അവിടെ അബ്രഹാമിന് ഇസഹാക്ക് എന്ന മകൻ ജനിച്ചു. ഇസഹാക്ക് ഒരു യുവാവായി തീർന്നപ്പോൾ അബ്രഹാം അവനെ മോരിയ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ അടയാളമായി അബ്രഹാം തൻ്റെ മകനെ ഒരു യാഗമായി അർപ്പിക്കുവാൻ ഒരുക്കി. എന്നാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം അബ്രഹാമിനെ അനുവദിച്ചില്ല. അബ്രഹാം ആത്മാവിൽ വിതച്ചു, അവൻ നിത്യജീവൻ കൊയ്തു. യോഖെബേദ് മോശയുടെ അമ്മയായിരുന്നു. ആ കാലത്തിൻ്റെ ഭയങ്കരത മൂലം അവൾ ഒരു പ്രത്യേക വിധത്തിൽ തൻ്റെ മകനെ രക്ഷിക്കുവാൻ പരിപാടിയിട്ടു. ഒടുവിൽ ഫറവോൻ്റെ പുത്രി അവനെ വളർത്തുവാനെടുത്തു. ദൈവത്തിൻ്റെ വലിയ കരുതലിനാൽ യോഖെബേദിന് തന്നെ മോശയെ വളർത്തുവാൻ ലഭിച്ചു. അവൾ തന്നെ അവനെ വളർത്തുവാൻ ആരംഭിച്ചു. അവൾ വളർത്തിക്കൊണ്ടുവന്നു. എങ്ങനെയാണെന്നറിയാമോ? ദൈവം അബ്രഹാമിനെ വിളിച്ചതും ഇസ്രായേലിനെക്കുറിച്ചുള്ള ദൈവോദ്ദേശവും എല്ലാം അവൾ അവനെ പഠിപ്പിച്ചു എന്നതിന് സംശയമില്ല. തുടർന്ന് അവളുടെ കുട്ടി ഒരു മിസ്രൈമിനെ പോലെ വളർന്നു വരുന്നത് അവൾ കണ്ടു. മിസ്രൈമിൽ സകലതും അവൾക്കെതിരായിരുന്നു. മിസ്രൈമിലെ സംസ്കാരം, മിസ്രൈമിലെ സുഖങ്ങൾ, മിസ്രൈമിലെ സിദ്ധാന്തങ്ങൾ, മിസ്രൈമിലെ മതം, അങ്ങനെ സകലതും. എന്നാൽ ഒരു ദിവസം മോശ മിസ്രൈമിലെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ദൈവജനത്തോടുകൂടെ ആയിരിക്കാൻ അവൻ ഇറങ്ങി. നോക്കണേ, തൻ്റെ മകൻ കൈവിട്ടു പോയോ എന്ന് പലപ്പോഴും അവൾ ചിന്തിച്ചിരിക്കാം. എന്നാൽ അവൾ വിതച്ചതിൻ്റെ നല്ല ഫലം അവൾ കൊയ്തു. അതെ, നാം വിതയ്ക്കുന്നത് തന്നെ നാം കൊയ്യും. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇനിയും 10-ാം വാക്യം നോക്കിക്കാട്ടെ.
ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. ഇവിടെ പൗലോസ് മുൻപോട്ട് പോകുന്നു. അവൻ പറയുന്നു, നാം നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണമെന്ന്. നാം നന്മ ചെയ്യുന്നത് നല്ലതാണ്, എന്നാൽ അതിന് ശരിയായ അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ശരിയായ അടിസ്ഥാനം ദൈവകൃപയുടെ സുവിശേഷവും ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നതുമാണ്. നിങ്ങൾ ആത്മാവിൽ നടക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. അതുതന്നെ നന്മ പ്രവർത്തിക്കുകയല്ലേ? എല്ലാവർക്കും താങ്കൾ നന്മ ചെയ്യും, പ്രത്യേകിച്ചും മറ്റു വിശ്വാസികൾക്ക്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസിൻ്റെ ഉപസംഹാരമാകുന്നു നാം കാണുന്നത്. ഈ ഭാഗത്ത് 3 കയ്യക്ഷരം നാം കാണുന്നു. ഒന്നാമത്തേത് പൗലോസിൻ്റെ കയ്യക്ഷരം 11-ാം വാക്യത്തിൽ. നോക്കുവിൻ, എത്ര വലിയ അക്ഷരമായി ഞാൻ നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എത്ര വലിയ അക്ഷരമായി എന്നത് ഒരു വലിയ കത്തെന്ന് സൂചിപ്പിക്കുവാനല്ല, അക്ഷരങ്ങൾ വലുതാണെന്ന് കാണിക്കുവാനാണ്. കാഴ്ചക്കുറവുള്ളവരാണല്ലോ അങ്ങനെ എഴുതുന്നത്. പൗലോസിൻ്റെ ജഡത്തിലെ ശൂലം കണ്ണിൻ്റെ കാഴ്ചക്കുറവായിരുന്നു എന്ന് വിശദീകരിക്കുന്നവരോട് യോജിക്കുവാൻ ഇതൊരു കാരണമാണ്. ഇനിയും 12-ാം വാക്യം. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരെ നിർബന്ധിച്ചും പലവിധ സമ്മർദ്ദം ചെലുത്തിയും പരിച്ഛേദന കഴിപ്പിച്ച് വിശ്വാസികളല്ലാത്ത യഹൂദന്മാരുടെ എതിർപ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ യഹൂദ വിശ്വാസികൾ ആഗ്രഹിച്ചു. ആ കാലത്തെ നിയമവാദികൾ ആയിരുന്നു യഹൂദ വിശ്വാസികൾ. നിയമങ്ങൾ അനുസരിക്കണമെന്ന് പ്രസംഗിച്ചാൽ താങ്കൾ എതിർപ്പിനെ നേരിടേണ്ടതായി വരില്ല. അത് തീർച്ചയായിട്ടും പ്രാകൃത മനുഷ്യന് സന്തോഷമായിരിക്കും. കാരണം അത് അവനെ സംതൃപ്തിപ്പെടുത്തുമല്ലോ. ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം മറ്റുള്ളവർ നിയമം അനുസരിക്കണം എന്നത്രേ. തുറന്നു പറഞ്ഞെന്നാൽ അനുസരിക്കുവാൻ കഴിയുന്ന നിയമം നമുക്കും ഇഷ്ടമാണില്ലേ? ദൈവകൃപ അത്ര രസകരമായി ആർക്കും തോന്നുകയില്ല. മനുഷ്യഹൃദയം അതിനെ ബുദ്ധിമുട്ടായി കാണുന്നു. അത് ക്രൂശിനിടർച്ചയാകുന്നു. അടുത്ത വാക്യം 13-ാം വാക്യം. പരിച്ഛേദനക്കാർ തന്നെയും ന്യായപ്രമാണം ആചരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ജഡത്തിൽ പ്രശംസിക്കണമെന്ന് വെച്ച് നിങ്ങൾ പരിച്ഛേദന ഏൽപ്പാൻ അവർ ഇച്ഛിക്കുന്നതേയുള്ളൂ. ജാതികളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുക വഴി യഹൂദ വിശ്വാസികൾ അവരെ ന്യായപ്രമാണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ആ ക്രെഡിറ്റ് മാത്രമേ പ്രാപിക്കുന്നുള്ളൂ. എങ്ങനെയെങ്കിലും കുറേ നിയമങ്ങൾ അനുസരിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം അതല്ല സുഹൃത്തേ. ഈ നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് പറയുന്നവർ വാസ്തവത്തിൽ അനുസരിക്കുന്നില്ല താനും. അതുകൊണ്ട് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. 14-ാം വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എത്ര ഉന്നതമായിട്ടുള്ള പ്രസ്താവനയില്ലേ? പൗലോസിൻ്റെയും ലോകത്തിൻ്റെയും ഇടയിൽ ഒരു ക്രൂശുണ്ടായിരുന്നു. ഇന്ന് ഓരോ വിശ്വാസിയുടെയും അവസ്ഥ അതായിരിക്കണം. താങ്കളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ മറ്റെന്തിലും അധികം സഹായിക്കുന്നത് അതുതന്നെയാണ്. താങ്കൾ ഗിരിപ്രഭാഷണം അനുസരിക്കുന്നു എന്നോ ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ അംഗമാകുന്നു എന്നോ സഭയിലെ പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്നു എന്നോ അങ്ങനെ ഒന്നും തന്നെ ഓർത്ത് താങ്കൾ പുകഴുകയല്ല. ആ ക്രൂശിലും അതിന്മേൽ മരിച്ചവനിലും മാത്രമേ നിങ്ങൾക്ക് പ്രശംസിക്കുവാൻ സാധിക്കൂ സുഹൃത്തെ. പൗലോസിന് അതെ, അവനും ലോകത്തിനുമിടയിലുള്ളത് ക്രൂശാണ് എന്ന് പറയുവാൻ സാധിച്ചു. അതിൽ മാത്രമാണ് തനിക്ക് പ്രശംസയുള്ളത്. ഒരു പാപിയായിരുന്ന തനിക്ക് അതിൻ്റെ പിഴയെല്ലാം കൊടുത്ത് രക്ഷ തന്നിരിക്കുന്നത് ക്രൂശാണ്. യഹൂദ മതത്തിൻ്റെ ആ മരിച്ച അവസ്ഥയിൽ നിന്നും ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും വിടുവിച്ചത് അതാണ്. പൗലോസിന് ക്രൂശ് ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും അതെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടാണ്. ലോകമോ അതിൻ്റെ ദുഷ്ടാവസ്ഥയിൽ ദൈവത്തോടും ക്രിസ്തുവിനോടും സാത്താൻ്റെ സഹായത്താൽ എതിർത്തു നിൽക്കുകയാണ്.
പൗലോസ് ലോകത്തിൻ്റെ എല്ലാ വെറുപ്പിനും പാത്രനായിരിക്കുകയാണ്. കാരണം അതിൻ്റെ എല്ലാ ആഡംബരങ്ങളും ആകർഷണങ്ങളും പൗലോസ് വെറുക്കുന്നു. അതിൻ്റെ ഫലമായി പൗലോസിന് ലഭിച്ചത് രക്തസാക്ഷി മരണമായിരുന്നു. ക്രൂശിക്കപ്പെട്ട ഒരാളുടെ അവസ്ഥ ഒന്ന് കാണുവാൻ ശ്രമിക്കുക. 20-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന താങ്കൾക്ക് ഇത് അജ്ഞാതമായിരിക്കാം. ക്രൂശിക്കപ്പെട്ട വ്യക്തിയെ ആദ്യമായി ശവന്തീനി പക്ഷികൾ വന്ന് കണ്ണുകൾ കൊത്തി വലിച്ചെടുക്കുന്നു. പിന്നെ വാരിയെല്ലിലെ മാംസം അത് കൊത്തിപ്പറിക്കുന്നു. നായ്ക്കൾ കാലിലെ മാംസം ചാടി വലിച്ചു പറിക്കുന്നു. അങ്ങനെ സ്വന്തം കുടൽ മാലയാക്കി ഞാന്നുകിടക്കുന്ന ആ ഹതഭാഗ്യൻ്റെ കാഴ്ച തന്നെ ഘോരമായിരിക്കും. ആരും അത് നോക്കാൻ ഇഷ്ടപ്പെടുകയില്ല. അത് ഏറ്റവും നിന്ദ്യവും വികൃതവും ആയിരിക്കും. പൗലോസിന് ലോകം അതുപോലെ ആകർഷണമറ്റതായിരുന്നു. അതുപോലെ പൗലോസ് ലോകത്തെ കണ്ടു. എത്ര ഭയാനകമായൊരു ചിത്രമില്ലേ? 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി എത്രയേ കാര്യമെന്ന്. ഈ ഒടുവിലത്തെ വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന രണ്ടാമത്തെ കയ്യക്ഷരത്തിലേക്ക് അത് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. മതത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും കയ്യക്ഷരമായിരുന്നു പരിച്ഛേദന. ശരീരത്തിന്മേലുള്ള ഒരു അടയാളമായിരുന്നുവല്ലോ അത്. താങ്കൾ അബ്രഹാമിൻ്റെ ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു എന്ന് കാണിക്കുവാനായിരുന്നു അത്. അതിൽ കൂടുതലായി അതൊന്നും സാധിച്ചില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ പരിച്ഛേദന കൊണ്ടു പ്രയോജനമില്ല, അഗ്രചർമ്മം കൊണ്ടും പ്രയോജനമില്ല. തങ്ങളുടെ മാനസാന്തരത്തിനു മുൻപ് തങ്ങൾ എത്ര വലിയ പാപികളായിരുന്നു എന്ന് വീരവാദം മുഴക്കുവാൻ ഇഷ്ടപ്പെടുന്ന അനേകരെ നാം കാണുന്നുണ്ട് നമുക്ക് ചുറ്റും. നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല സുഹൃത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളിൽ വന്ന് താങ്കളെ ക്രിസ്തു യേശുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കിയിട്ടുണ്ടോ എന്നതത്രേ. ഇത് ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ. മറ്റെല്ലാവരും പറഞ്ഞതിനോട് ചേർത്ത് അതുപോലെ എന്നാൽ അതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞതായിരുന്നെങ്കിൽ പൗലോസ് ഒരു പ്രശ്നവും നേരിടേണ്ടി വരുമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ രക്ഷ പ്രാപിക്കുവാൻ സാധിക്കൂ എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇന്നും ഇതാണ് പ്രശ്നം. ഇതൊരു തരം ഒഴിഞ്ഞുമാറലാകുന്നു എന്ന് വ്യക്തമാണ്, അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ചുള്ള കരുതൽ കൊണ്ടല്ല. ഇന്ന് ഈ അനുരഞ്ജനത്തോട് സംസാരിക്കുന്നവർക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നമുക്കറിയാം. പൗലോസ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. യഹൂദൻ്റെ അടയാളമായ പരിച്ഛേദനയും യവനൻ്റെ, അതായത് യഹൂദേതരൻ്റെ അടയാളമായ അഗ്രചർമ്മവും രക്ഷയ്ക്ക് യാതൊരു മുഖാന്തരവുമല്ല എന്ന് പൗലോസ് ഉറപ്പിച്ചും തറപ്പിച്ചും പറയും. ഈ ഭാഗത്ത് നമ്മോട് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ കയ്യക്ഷരത്തിലാണ് നാം ഇപ്പോൾ വന്നിരിക്കുന്നത്. 16ഉം 17ഉം വാക്യങ്ങൾ. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഇനി ആരും എനിക്ക് പ്രയാസം വരുത്തരുത്, ഞാൻ യേശുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അടയാളം എന്നുള്ള പദം ശ്രദ്ധിച്ചാലും പൗലോസ് പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തിൽ അടയാളം വഹിക്കുന്നു എന്ന്. ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു പാട് വഹിക്കുന്നു എന്നർത്ഥമാണിവിടെ. യേശുക്രിസ്തുവിൻ്റെ കയ്യക്ഷരം കാണണമെങ്കിൽ പൗലോസിൻ്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ മതിയാകും. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെ പൗലോസിൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ ചിലത് അവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്നുകുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ
എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. നോക്കണേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി പൗലോസ് സഹിച്ച പാടുകളാണ് ഇവിടുത്തെ അർത്ഥം. എത്ര ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് അവൻ നിവർത്തിച്ചത്. 18 വാക്യത്തിൽ നാം വായിക്കുന്നു, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. താൻ ഈ ലേഖനം ആരംഭിക്കുമ്പോൾ വളരെ കർക്കശമായ ഭാഷയിലാണ് ആരംഭിച്ചത്. എന്നാൽ സ്നേഹത്തിൻ്റെ ആത്മാവിൽ അവൻ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. എത്ര വലിയ പാഠങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്നും പഠിക്കുവാൻ സാധിച്ചു. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ഗലാത്യ ലേഖനം പഠിക്കുകയായിരുന്നു. അതിപ്രധാനമായ പല കാര്യങ്ങളും ഇതിൽ നിന്നും നാം മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൃപയാലുള്ള രക്ഷ, കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസം ഒന്നുകൊണ്ടും മാത്രമാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. അതിന് ഒരു പ്രവൃത്തിയും കാരണമല്ല. രക്ഷിക്കപ്പെട്ട വ്യക്തി തീർച്ചയായും സൽപ്രവൃത്തികളിൽ മുഴുകും എന്നത് ശരിയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുവാൻ സൽപ്രവൃത്തികൾ ആവശ്യമല്ല. ഒരു ചടങ്ങും വേണ്ട, ഒരാചാരവും വേണ്ട, അതിലൂടെ ഒന്നും രക്ഷിക്കപ്പെടുവാൻ സാധിക്കില്ല എന്ന് വളരെ കൃത്യമായും വ്യക്തമായും വിശുദ്ധ പൗലോസ് ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. അവൻ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി വേറൊരുത്തൻ വന്ന് പ്രസംഗിച്ചാൽ അത് ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവരാകുന്നു. ദൈവത്തിൻ്റെ വചനം കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതാകും. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ പ്രത്യേകം ഓർക്കണമേ. നാം തുടർന്നും പുതിയ പുസ്തകങ്ങൾ പഠിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് അതൊക്കെ പഠിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഈ ഒരു ലേഖനം മുഴുവൻ പഠിക്കുവാനും അത്ഭുതമാർന്ന സത്യങ്ങളെ ചിന്തിക്കുവാനും തന്ന അവസരത്തിനായി സ്തോത്രം. ഞങ്ങൾ ഇനിയും ഗ്രഹിക്കുവാനായി അധികം സത്യങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.